എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്, കാട്ടിൻ്റെ ഉള്ളിലാണ്. ഇതാണ് പാമ്പാടും ചോല, മൂന്നാറിലെ ഒരു ചെറിയൊരു നാഷണൽ പാർക്കാണ് പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. അപ്പോൾ അവിടുത്തെ കാട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ സ്റ്റേയിൻ്റെ പേരാണ് മഡ് ഹൗസ്, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീട്. അപ്പോൾ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകളിലൊക്കെ ഇതാണ് ഇവിടെ നിന്നാലുള്ള ഒരു വൈബ്. ഒരു ടെൻഷനും ഒന്നുമില്ല, സമാധാനം, നല്ല അന്തരീക്ഷം, കാം, കാടിൻ്റെ ഇത് നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സുഖം വേറെ തന്നെ. ഇപ്പോൾ വൈകുന്നേരം 4 മണിയായി. നമുക്കിതിൻ്റെ കാഴ്ച പോയി നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഇവിടെ വേറെ റൂമുണ്ട്, ലോഗ് ഹൗസ്. അപ്പോൾ അവിടത്തേക്ക് ഞാൻ പോകുന്നത് അത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിൽ പോയിട്ട് അതിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. അവിടെ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ വെള്ളം, ഇവിടെ ഇഷ്ടംപോലെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ പൈപ്പിലാക്കിയിട്ട് ഈ മഡ് ഹൗസ് ടാങ്കിലേക്ക് പിന്നെ എല്ലാത്തിലേക്കും അത് ഉപയോഗിക്കുന്നു. പോയി നോക്കാം. വാ, നല്ല കാഴ്ച തന്നെ, ഒന്നും പറയാനില്ല. ഇതാണ് മനോഹരമായ കാഴ്ച. കിടക്കാം മൊത്തം ഫോറസ്റ്റ്, ഇങ്ങോട്ടൊന്നും കയറാൻ പോലും നമുക്ക് അനുവാദമില്ല. അതിനിടയിലാണ് നമ്മുടെ താമസം. ഈ കാണുന്നതാണ് ലോഗ് ഹൗസ്. ഇതിന് 8,000 രൂപയും ഇതിന് 5,000 രൂപയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളെ കാട്ടുകുരങ്ങിൻ്റെ ശല്യമുണ്ട്. കറുത്ത കുരങ്ങെന്നാണ് അതിനെ വിളിക്കുക, കരിങ്കുരങ്ങ്. അത് ഇഷ്ടം പോലെ ഉണ്ടോ. എന്താ നോക്കി, എന്താ കാഴ്ച, സൂപ്പർ തന്നെ, മനോഹര കാഴ്ച. ഇതാ കാണുന്നതാണ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ. അവിടെയും കുറേ ആൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണാമെന്നൊക്കെ വേണ്ടതാണ്. പക്ഷേ ഇവിടെയും നല്ല ഈ ഒരു വ്യൂ അവിടെ കിട്ടത്തില്ല. അവിടെ കോടമഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നേ. വാ, ഇതാണ് ലോഗ് ഹൗസ്. ഇത് മറ്റേതിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ലൊരു സ്റ്റൈല് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ദിവസം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ താമസം. എൻ്റെ പൊന്നോ, കേട്ടില്ല തന്നെ. ഇഷ്ടംപോലെ കുരങ്ങുള്ളതാണ്, പക്ഷെ എന്തോ നമ്മൾ പേടിച്ചിട്ട് അത് വരില്ല. കരിങ്കുരങ്ങ് നേരത്തെ ഞാൻ വരുമ്പോൾ ഒക്കെ കണ്ടതാണ്. അവിടെ കാണുമ്പം പതിയെ ഒഴിഞ്ഞിരിക്കും. ഇതൊരു കാഴ്ച, ഒന്നൊന്നര കാഴ്ച തന്നെയാണ്. ഇതാണ് പാമ്പാടും ഷോല നാഷണൽ പാർക്ക്, മൂന്നാറിലെ ലോഗ് ഹൗസും പിന്നെ മഡ് ഹൗസും.
കുരങ്ങുകൾ 2 കുരങ്ങ്. കാട്ടുപോത്തിനെ കാണാം, ഇഷ്ടം പോലെ കാട്ടുപോത്ത് കണ്ട. ഇത് പാമ്പാടും ഈ ഷോല നാഷണൽ പാർക്കിലെ സ്ഥിരം കാഴ്ച. നമുക്ക് സ്ഥിരം ഇവിടെ കാട്ടുപോത്തിനെ കാണാം. ഇതാണ് പാമ്പാടും ഷോല നാഷണൽ പാർക്കിലെ കാഴ്ചകളൊക്കെ. കുറേ കാട്ടുപോത്തിനെ കണ്ടു, പിന്നെ കരിങ്കുരങ്ങൊക്കെ പെട്ടെന്ന് ക്യാമറേൻ്റെ മുമ്പിൽ അപ്രത്യക്ഷമായി. അപ്പം ഞാൻ സ്റ്റേ ചെയ്തത് ഇതോ അവിടെ കാണുന്ന മഡ് ഹൗസിലാണ്. സൂം ചെയ്ത് കണ്ട ഇവിടെ കാണുന്ന മഡ് ഹൗസ് ഉണ്ട്, ആ ഒരു ബ്രൗൺ കളറിൽ. പിന്നെ ഒരു നീല കളറുള്ളത് ലോഗ് ഹൗസ്. ഞാൻ സ്റ്റേ ചെയ്തത് ബ്രൗൺ കളറിലാണ്. ലോഗ് ഹൗസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ലതാണ്, സ്റ്റേ ചെയ്യുന്ന നല്ല വ്യൂ കിട്ടും. അതിന് ഏറ്റവും ബെസ്റ്റാണ് ഈ റൂം സ്റ്റേ ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് കാട്ടുപോത്തിനെയും മറ്റൊക്കെ കാണാൻ സാധിക്കും ചീപ്പ് റേറ്റും. ഇവിടെ ഈ കാണുന്ന റെഡിലും ഈ 2 ഹൗസിലും ഇവിടെയൊക്കെ കാട്ടുപോത്ത് വരും. ഞാൻ അവിടുന്ന് ക്യാമറ എടുത്തിട്ട് ഈ കാട്ടുപോത്തിനെ വളരെ ദൂരത്താണ് കാണും. ഇവിടെ ആകുമ്പോൾ വളരെ അടുത്താണ്. ഈ സൈഡൊക്കെ നിൽക്കുന്നതാണ് പറഞ്ഞത്. ഇത് ഫെൻസാണ്. അപ്പം അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ താമസിക്കാനാണ്. കാരണം അങ്ങ് അവിടെയുള്ളത് കാടിൽ അന്തരീക്ഷത്തിൽ ശാന്തമായി സ്റ്റേ ചെയ്യാന്നല്ലാതെ മൃഗങ്ങളൊക്കെ വളരെ റെയറായിരിക്കും. പിന്നെ ഇവിടെയാണ് കൂടുതൽ വരാൻ ചാൻസ്. ഇത് വളരെ ചെറിയ നാഷണൽ പാർക്ക് കൊണ്ട് അധികം അനിമൽസ് ഒന്നും ഇല്ല. ഈ കുരങ്ങളും കാട്ടുപോത്ത്, മ്ലാവ് തുടങ്ങിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. എന്നാലും നല്ലൊരു ദിവസം നല്ല ഈ കുന്നിൻ ചെരുവിൽ ഈ ഒരു കാടിൽ സ്റ്റേ ചെയ്യാൻ പറ്റി. ഇതാണ് ഷോല നാഷണൽ പാർക്കിലെ കാഴ്ചകളൊക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാം. പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ. വേറൊരു വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലത്തൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ അട്ട അല്ലെങ്കിൽ പുഴുവെന്ന് വിളിക്കുക, അതിൻ്റെ ശല്യം ഈ പുൽത്തഴയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഷൂസുമായിട്ട് വരിക. ട്രക്കിംഗ് ഒക്കെ ഇവർ എക്സ്ട്രാ പൈസയാണ് തരുന്നത്. അപ്പോൾ ട്രക്കിങ്ങിന് നിങ്ങളുടെ ഇഷ്ടമാണ് പോകാൻ വേണ്ടി വന്നത്.